നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് മസ്കറ്റ് നൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. ഇത് മസ്കറ്റ് മുനിസിപ്പാലിറ്റി എല്ലാ വർഷങ്ങളിലും നടത്തുന്ന ഒരു സാംസ്കാരിക ആഘോഷമാണ്. മസ്കറ്റ് നൈറ്റിൻ്റെ സമയങ്ങളിൽ മസ്കറ്റ് നിവാസികളെല്ലാം തന്നെ ആവേശഭരിതരായിരിക്കും. ഒരു സെലിബ്രേഷൻ മൂഡിലായിരിക്കും എല്ലാവരും. ഈ പ്രോഗ്രാം ഇപ്പോൾ നടക്കുന്നത് നസീം ഗാർഡൻ എന്ന് പറയുന്ന ഒരു പാർക്കിലാണ്. ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. വലിയ പാർക്കാണ്. ഏക്കർ കണക്കിന് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ പാർക്കാണ്. അവിടെ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഇത് പല ലൊക്കേഷനിലും നടത്താറുണ്ട്. ഇതൊരു ലൊക്കേഷൻ. വീണ്ടും വേറെയും പല ലൊക്കേഷൻസും ഉണ്ട്. അങ്ങനെ പല ലൊക്കേഷൻസായിട്ടാണ് ഈ മസ്കറ്റ് നൈറ്റ് നടത്താറ്. ഇത് ഒരു ട്രഡീഷണൽ ഡാൻസ് ആണ് ഈ കാണുന്നത്. ഒമാനികളുടെ ഒരു പരമ്പരാഗത നൃത്തം. നമുക്ക് കുറച്ചു നേരം ഇതൊന്ന് ആസ്വദിക്കാം. അവരുടെ തനതായിട്ടുള്ള ഒരു മ്യൂസിക്കും ഒക്കെയാണ്. അത് അവർ തന്നെ പാടുന്നതാണ്. തീർത്തും ആസ്വാദികരമായൊരു കാഴ്ച തന്നെയാണിത്. അവരുടെ ആ കറുത്ത വസ്ത്രവും മ്യൂസിക്കും എല്ലാം കൂടെ ചേർന്ന് കുറച്ചു നേരം നമുക്ക് സൈലൻ്റായിട്ടിരുന്ന് കാണാം. അങ്ങനെ ഈ ട്രഡീഷണൽ നൃത്തവേദിയിൽ നിന്നും നമുക്ക് അടുത്ത വേദിയിലേക്കൊന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ ഇതാ ഒരു സ്പാനിഷ് നൃത്തം നടക്കുന്ന വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ കാണുന്നത്. മൊത്തം ഒരു റെഡ് തീമിൽ നർത്തകരുടെ വസ്ത്രവും ബാക്ക്ഗ്രൗണ്ടിൻ്റെ റെഡ് കളറും എല്ലാം കൂടെ ചേർന്ന് നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. വളരെ ചടുലമായ നൃത്തച്ചുവടുകളാണ് നർത്തകി കാഴ്ചവെക്കുന്നത്. ഒപ്പം അവരുടെ തനതായിട്ടുള്ള മ്യൂസിക്കുമുണ്ട്. വളരെ ദ്രുത താളത്തിലുള്ള മ്യൂസിക്കാണ്. അത് രണ്ടും കൂടെ ആകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ത്രസിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ
ദൗർഭാഗ്യവശാൽ നമുക്ക് നിങ്ങളെ മ്യൂസിക് കേൾപ്പിക്കാൻ കഴിയുന്നില്ല, കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. ആ മ്യൂസിക്കും കൂടെ ഒപ്പമായിരുന്നെങ്കിൽ നിങ്ങൾക്കത് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ മനോഹാരിത നിങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുമായിരുന്നു. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ കണ്ട കാഴ്ച നിങ്ങളിലേക്ക് ഞാൻ പങ്കുവയ്ക്കാം. ആദ്യം ഒരു ഇൻട്രൊഡക്ടറി പോലെ ഒരു നർത്തകി മാത്രം വന്ന് നൃത്തം ചെയ്തു. ഇപ്പം സംഘമായി ചേർന്നുള്ള ഒരു നൃത്തമാണിത്. ഇപ്പം സംഘാംഗങ്ങൾ ഓരോരുത്തരായിട്ട് സ്റ്റേജിലേക്ക് വരികയാണ്. വളരെ മനോഹരമായ മ്യൂസിക്കാണ്. ആ മ്യൂസിക്കിനൊപ്പം ഉള്ള ചലനങ്ങളും കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും കാണികളെല്ലാം ആവേശഭരിതരാകുകയാണ്. നർത്തകരുടെ ഭംഗി എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. അവരുടെ ഡ്രസ്സിങ്ങും ഒപ്പം അവരുടെ അംഗചലനങ്ങളും കൂടെ ചേർന്ന് വളരെ അനിർവചനീയമായിട്ടുള്ള ഒരു അനുഭൂതിയിലേക്ക് കാഴ്ചക്കാരെ എത്തിക്കുകയാണ്. ഒപ്പം ബാക്ക്ഗ്രൗണ്ടിൽ തെളിയുന്ന വിവിധ നിറങ്ങളിലുള്ള കാഴ്ചകളും ഗ്രാഫിക്സും നമ്മളെ ആകർഷിക്കും. ഇത് സ്പെയിനിൻ്റെ തനതായിട്ടുള്ളൊരു നൃത്ത രൂപമാണ്. ഫ്ലമിംഗോ ഡാൻസ് ആണെന്നാണ് ഞാൻ ധരിക്കുന്നത്. അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണിത്. കാണികൾക്ക് പലരും, കുറേ മലയാളികളും ഇന്ത്യൻസൊക്കെ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ ഡാൻസ് കളിച്ചാൽ കൊള്ളാവുന്നുണ്ട്, ഒപ്പം സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ചാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ ഇത് ഒമാനാണ്, നമ്മുടെ നാടല്ല. അതുകൊണ്ട് പലരും സെൽഫ് കൺട്രോളിൽ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ഗാനമേളയൊക്കെ വരുമ്പോൾ കണ്ടിട്ടില്ലേ, പലരും നർത്തകരാകും. പാട്ടുകാരും നർത്തകരും ഒക്കെ ആകുന്നത് വളരെ നിമിഷം കൊണ്ടാണ്. അതേ മൂഡിലിരിക്കുന്ന കുറേ ആളുകളെ ഞാനിവിടെ ശ്രദ്ധിച്ചു. അവർക്കും അത്തരം ആവേശത്തിലാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ട്, നടക്കുന്നുണ്ട്. ഒരു സെക്യൂരിറ്റി ചേട്ടൻ വന്ന് എല്ലാവരെയും വീക്ഷിക്കുന്നുണ്ട്. എല്ലാവരോടും അടങ്ങിയിരിക്കണമെന്നുള്ളൊരു ഭാവത്തിലാണ് പുള്ളി നിൽക്കുന്നത്. ആരാധകരെ ശാന്തരാകുവിൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇരുന്ന് കാണൂ, ബഹളം വേണ്ട എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. പഴയ റെഡ് തീമൊക്കെ മാറി ഇപ്പം മറ്റ് കളറുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഡാൻസിൻ്റെ സ്പീഡും ആ മ്യൂസിക്കും കൂടെ ചേർന്ന് വല്ലാതെ ഒരു ത്രസിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. അതിമനോഹരം തന്നെ. കലാരൂപങ്ങൾ അതിപ്പോൾ ഏത് നാട്ടിൽ നിന്ന് വന്നതാണെങ്കിലും അത് ഭാഷയ്ക്കോ ദേശത്തിനോ നിറത്തിനോ ഒന്നും ഒരു പ്രാധാന്യമില്ല. കലാരൂപങ്ങൾ അതങ്ങനെ തന്നെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കയറിപ്പോവും. സെക്യൂരിറ്റി ചേട്ടൻ വീണ്ടും ആളുകളെ അടക്കിയിരുത്താണ്. ഒരു കുട്ടി സ്റ്റേജിൽ കയറാനുള്ള പുറപ്പാടായിരുന്നു. അദ്ദേഹം ആ കുട്ടിയെ തിരിച്ചു വിട്ടിട്ടുണ്ട്. എനിക്കൊന്ന് പോയി ഡാൻസ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ സെക്യൂരിറ്റി ചേട്ടനെ പേടിച്ച് ഞാനൊരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിപ്പുണ്ട്. അങ്ങനെ ഡാൻസ് ആവേശഭരിതമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മസ്കറ്റ് നൈറ്റിൽ ഇപ്പോൾ ഇതുവരെ കണ്ടതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു വേദി ഇതാണ്. കലാകാരന്മാർക്ക് ജാതിയോ മതമോ വർഗമോ ദേശമോ ഭാഷയോ ഒന്നും തന്നെ ഇല്ല. അവർക്ക് എല്ലാ മനുഷ്യരെയും അടുപ്പിക്കാൻ കഴിയും, മനുഷ്യ മനസ്സുകളെ അടുപ്പിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. അതാണ് കലാകാരന്മാർക്ക് ലോകത്തുള്ളൊരു മൂല്യം. അവർക്കാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ
അംബാസഡേഴ്സ് ആകാൻ കഴിയുക. ഓക്കെ, നന്ദി, നമസ്കാരം. ഇനിയും ഇത്തരം വീഡിയോകളായിട്ട് വരുന്നതായി.